ഹലോ വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുനാഫയാണ്. അപ്പോൾ 2 ഐറ്റം കുനാഫയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ക്രീം കുനാഫ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ആദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുനാഫ ഡവാണ്. അപ്പോൾ അതൊരു 350 ഗ്രാമിൻ്റെ കുനാഫ ഡവ് മതി നമുക്ക്. അപ്പോൾ ഇതുപോലെയാണ് അതിരിക്കുന്നത്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടിയത് 1.5 കപ്പ് പാല്, 1/4 കപ്പ് മൈദ, 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് ആദ്യം നമുക്ക് പാൽ ഒഴിക്കാം. പാല് ജസ്റ്റ് എന്താ പറയുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് മൈദ ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ മൈദയും പാലും നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്യണം. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പാല് ജസ്റ്റ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലിടാം. ഒരു ചെറിയൊരു എന്താ പറയുക തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ക്രീം ചീസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ക്രീം ചീസ് ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ക്രീം ചീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സെമി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഒരുപാട് തിക്കാക്കരുത്, ഒരു സെമി തിക്ക് മാത്രം മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. അങ്ങനെ നമ്മൾ കുനാഫക്കുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് ചൂടാറാൻ വെക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് പഞ്ചസാര, അതാണ് കേട്ടോ അളവ്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊരു എന്താ പറയുക, ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഒരുപാട് തിക്കാക്കണ്ട, ഇതുപോലൊന്ന് വന്നാൽ മതി. ഒരുപാട് തിക്കാക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുനാഫക്ക്. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുനാഫൊക്കെ ഒന്ന് വലിയ പീസുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കാം. നമുക്കൊന്ന് കത്രിക എടുത്തിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അങ്ങനെ ഓരോന്നായിട്ട് ഞാനിത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിൽ ആദ്യം കുനാഫയുടെ ഡവ് സെറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് കൂടുതൽ ഒന്ന് സെറ്റ് ചെയ്യണം. അതിനുശേഷം ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് ബട്ടർ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഇതേപോലെ മെൽറ്റ് ചെയ്തിട്ട് ചൂടാറിയതാണ്. അപ്പോൾ ബട്ടറും കൂടി ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലോട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചൂടാറിയ ക്രീം, ചൂടോടെയല്ല നമ്മൾ ക്രീം ഇടേണ്ടത്, ചൂടാറിയതിന് ശേഷമാണ് ക്രീം ഇടേണ്ടത്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ക്രീം ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് സെറ്റാക്കാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ കുനാഫയുടെ ഡവ് നമുക്കിതൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ ഇടണതാണ് നല്ലത്. എന്നിട്ട് ഇതിൻ്റെ മേലോട്ടൊന്നും കൂടി ബട്ടർ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊരു 15-20 മിനിറ്റോളം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ 15 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ തന്നെ നമ്മളെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ചൂടോടെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല സോഫ്റ്റായിട്ട് നമ്മളെ കുനാഫ കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മിനി കുനാഫ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനത്തെ പാൻ നമുക്ക് വേണം. ഇതിന് മഫിൻ പാൻ എന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനത്തെ മഫിൻ പാനിൽ നമുക്ക് ആദ്യം മെൽറ്റഡ് ബട്ടറിൽ ഞാൻ കുറച്ച് കളർ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിലിടണത്. അപ്പോൾ നമ്മളെ കുനാഫക്ക് കുറച്ച് നല്ല കളർ ഉണ്ടാവും. അതുപോലെ ഞാൻ കുനാഫ ഡവിലും ഇതേപോലെ ഈ ബട്ടറിൽ ഞാൻ കുറച്ച് കളർ യൂസ് ചെയ്തിട്ടാണ് ഇത് എന്താ പറയുക മിക്സ് ചെയ്യണത്. ഇനി ഇതിലോട്ട് വേണ്ടത് നമുക്ക് മോസിറല്ല ചീസാണ്. അപ്പോൾ മോസിറല്ല ചീസ് മാത്രം മതി നമുക്ക് ഈ ഒരു മിനി കുനാഫ ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം ഇതേപോലെ നമ്മൾ കുനാഫ ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലോട്ട് മോസിറല്ല ചീസ് ആഡ് ചെയ്യാം.
അപ്പോൾ മോസില്ല ചീസിൻ്റെ എമൗണ്ട് കുറച്ച് കൂടുതലാകുമ്പോഴാണ് നമ്മൾ ആ മിനി കുനാഫയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടം അനുസരിച്ചിട്ട് മോസില്ല ചീസിൻ്റെ എമൗണ്ട് കൂട്ടാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലോട്ട് കുനാഫയുടെ ഡവ് വീണ്ടും ഇട്ടിട്ട് നന്നായി കവർ ചെയ്തിട്ടൊരു ഇതേപോലെ ഒരു 10-15 മിനിറ്റ് ഒന്ന് നന്നായി ബേക്ക് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നല്ല ചൂടുള്ള കുനാഫയുടെ മേലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ ക്രീം കുനാഫയും മിനി കുനാഫയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഒപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.